ഈ വർഷത്തെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥികളായി എത്തിയിരുന്നത് യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രണ്ട് വിഭാഗങ്ങളുടെ പ്രസിഡന്റുമാരാണ്. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനും യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയും. 27 അംഗരാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിന്റെ ഒരു ഭരണ സ്ഥിരാകേന്ദ്രം തന്നെയാണ്. 1952 പാരീസ് ഉടമ്പടിയിലൂടെ രൂപം കൊണ്ട സംഘടനയിൽ നിരവധി രാജ്യങ്ങൾ അംഗങ്ങളാവുകയും നിരവധി രാജ്യങ്ങൾ അംഗങ്ങളാകുവാൻ അപേക്ഷ നൽകി കാത്തിരിക്കുകയുമാണ്. യൂറോപ്യൻ യൂണിയന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നിയമം, ഭരണ നിർവഹണം, പോളിസികൾ എന്നിവ അംഗരാജ്യങ്ങൾ പിന്തുടരണം. ഇതുവഴി ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ചരക്ക് കൈമാറ്റവും സേവനങ്ങളും യാത്രകളും വിപണിയും എല്ലാം സുഗമമാകും. ഈ രാജ്യങ്ങളിൽ എല്ലാം യൂറോ കറൻസി വിനിമയത്തിനായി ഉപയോഗിക്കുകയും വിദേശകാര്യ നയങ്ങളിൽ യൂറോപ്യൻ യൂണിയന്റെ നിബന്ധനകൾ അനുസരിക്കുകയും നടപ്പാക്കുകയും ചെയ്യണം. അത്തരത്തിൽ ലോകത്തെ തന്നെ പവർഫുൾ ആയ ഒരു ഭരണ സ്ഥാപനമാണ് യൂറോപ്യൻ യൂണിയൻ. ഈ യൂറോപ്യൻ യൂണിയനുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ റിപ്പബ്ലിക് ദിനാനന്തരം ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇന്ത്യ ഇതുവഴി ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലൻഡ്സ് ഉൾപ്പെടെയുള്ള 27 യൂറോപ്യൻ രാജ്യങ്ങളുമായും ഉള്ള വ്യാപാരം, നിക്ഷേപങ്ങൾ, തൊഴിലവസര കൈമാറ്റം, വ്യാവസായിക പങ്കാളിത്തം എന്നിവ സുഗമം ആക്കുവാനും ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക നിലയെ മെച്ചപ്പെടുത്താനും ഇതുവഴി കഴിയും. ലോകത്തെ വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സുഗമമാകുക എന്ന് തുടർന്ന് പരിശോധിക്കാം. ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നാൽ അവിടെ ഇരുഭാഗത്തുമുള്ള രാജ്യങ്ങൾ അവരുടെ ഇറക്കുമതി കയറ്റുമതി ചുങ്കം വെട്ടിച്ചുരുക്കും. വ്യാപാര നയങ്ങളും നിയമങ്ങളും ലഘൂകരിക്കും. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കും. സാമ്പത്തിക സഹകരണം ഉണ്ടാകും. ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾക്കും വിഭവങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ കരാർ വഴി യൂറോപ്പിലേക്ക് കടന്നെത്തുവാൻ എളുപ്പമാകും. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലും ഉപകാരപ്പെടുത്തും. ഈ കരാറിൽ പ്രധാനമായും ഇന്ത്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മെഷീനറി ഉൽപ്പന്നങ്ങൾക്കും ഓട്ടോമൊബൈലുകൾക്കും ഇതിന്റെ പാർട്സുകൾക്കും വില കൂടിയ മെഡിക്കൽ ഉപകരണങ്ങൾക്കും വ്യാവസായിക സാങ്കേതിക വിദ്യകൾക്കും ഉള്ള ഇറക്കുമതി ചുങ്കം കുറയ്ക്കും. യൂറോപ്യൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ ഉൽപാദന രംഗത്തും പുനരുപയോഗ ഊർജത്തിനുള്ള പദ്ധതികളിലും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലും സാമ്പത്തികമായും പ്രൊഫഷണൽ രംഗത്തെ സർവീസുകൾ നടത്തുന്നതിനും ഉള്ള വാതിൽ തുറന്നു നൽകും. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ എളുപ്പത്തിൽ അംഗീകരിച്ചു നൽകും. ഇറക്കുമതി ചുങ്കം കുറയ്ക്കുന്നതിലൂടെയും ഇന്ത്യയുടെ വാതിൽ യൂറോപ്യൻ കമ്പനികൾക്ക് തുറന്നു നൽകുന്നതിലൂടെയും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ എത്തിക്കുവാനും വ്യവസായങ്ങളെ കൂടുതൽ ക്ഷമതയുള്ളതാക്കുവാനും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ശക്തിപ്പെടുത്താനുമാണ്. മറ്റൊരു വശത്ത് യൂറോപ്യൻ യൂണിയൻ നിരവധി വാഗ്ദാനങ്ങളാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുണികൾക്കും വസ്ത്രങ്ങൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കും മരുന്നുകൾക്കും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷണങ്ങൾക്കും പൂർണ്ണമായി ഇറക്കുമതി ചുങ്കം ഒഴിവാക്കും. ഇന്ത്യൻ വ്യവസായങ്ങൾക്കും കച്ചവടക്കാർക്കും വളരെ വേഗത്തിൽ യൂറോപ്യൻ വിപണിയിൽ കച്ചവടങ്ങൾ ആരംഭിക്കാം. IT എക്സ്പേർട്ടുകൾ, എഞ്ചിനീയർമാർ, ഗവേഷകർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകൾക്ക് പിന്തുണ നൽകും. ഈ ഒരു കരാർ വഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഉള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ശക്തിപ്പെടും. യൂറോപ്പിൽ ഇന്ത്യക്കാർക്ക് തൊഴിലവസരങ്ങൾ വീണ്ടും തുറക്കപ്പെടും. ആധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കപ്പെടും. ഈ കരാർ കൊണ്ട് നിരവധി പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത് പോലെ ദോഷങ്ങളുമുണ്ട്. അത് ഉയർത്തുന്ന വെല്ലുവിളികളുമുണ്ട്. യൂറോപ്പിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യൻ വിപണിയിൽ എളുപ്പത്തിൽ എത്തുമ്പോൾ ഇന്ത്യൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതെ വരുമെന്ന ആശങ്കയുണ്ട്. ഇന്ത്യയിൽ നിന്ന് ടെക്സ്റ്റൈൽ ഉൾപ്പെടെയുള്ളവയുടെ കയറ്റുമതി എളുപ്പം ആകുമ്പോൾ കൂടുതൽ ലാഭം ലക്ഷ്യമിട്ട് ഉൽപാദകർ കയറ്റുമതി തന്നെ ലക്ഷ്യമിട്ട് ഉൽപാദനം നടത്തും. ഇതുവഴി ആഭ്യന്തര വിപണിയിലുള്ള വിതരണം കുറയുകയും വസ്ത്രങ്ങൾക്ക് ഇവിടെ വില വർദ്ധിക്കുകയും ചെയ്യും. ഉൽപാദനം വർദ്ധിക്കുന്നതനുസരിച്ച് പഞ്ഞിയുടെ ക്ഷാമം ഉണ്ടാകുന്നത് വില ഇരട്ടിയാക്കും. ഇന്ത്യയിൽ നിന്നുള്ള മറ്റു പല ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ് പാലിച്ചില്ല എന്ന കാരണത്താൽ വിലക്കാനും സാധ്യതയുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നതോടെ ഇവിടെ മത്സരം വർദ്ധിക്കുകയും ചെറുകിട വ്യവസായങ്ങളെയും വ്യാപാരികളെയും അത് ദോഷമായി ബാധിക്കുകയും ചെയ്യുമെന്ന വാദവുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ കരാർ നയതന്ത്രപരമാണ്. ജനാധിപത്യ സമ്പദ്ഘടനകളുമായി കൂടുതൽ അടുപ്പം ഉണ്ടാക്കുവാനും ആഗോള വ്യാപാര ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ബാലൻസ് ചെയ്യുവാനും ഒരു ആഗോള സാമ്പത്തിക ശക്തിയായുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ശക്തരായ വ്യാപാര പങ്കാളികളെ നേടുവാനും ഇന്ത്യയുടെ വിപണി വിപുലപ്പെടുത്താനുമുള്ള നീക്കമാണിത്. അപ്പോൾ തന്നെ യൂറോപ്യൻ യൂണിയൻ ലക്ഷ്യം വെക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയായ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുവാനും യൂറോപ്യൻ മെഷീനറികൾക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾക്കും ആവശ്യമുള്ള മാർക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്താനുമാണ്. 2026 ജനുവരി 27 ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിട്ട സ്വതന്ത്ര വ്യാപാര കരാറിന്റെ വിശദീകരണവും വിലയിരുത്തലും ഇതാണ്. മുൻകൂട്ടി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.